ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ മെയിൻസ് എക്സാം ആയിരുന്നു. മെയിൻസ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ കോഡ് A ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം ഏത് വർഷമാണ്? 1741. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം സന്ധി 1792. കുണ്ടറ വിളംബരം 1809. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർഡർ നോക്കുമ്പോൾ ഏതാണ്? C ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മൂന്നാമത്, ചേരുംപടി ചേർക്കുക. കോളം എയില് ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോകയുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അവരെ ചേരുംപടി ചേർക്കുക. ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് എന്താണ്? അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല, ട്രിക്കിയാണ്. കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടതാണ് തവിട്ടുകുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനിയുമായി ബന്ധപ്പെട്ടതാണ് കരിങ്കുപ്പായക്കാർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് കോളം എയിലും ബിയിലുമായിട്ട് തന്നിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. മിറാത്ത് ഉൽ അക്ബർ ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോ ഓപ്ഷൻസ് എയും ഡിയും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. മറാത്ത കേസരി ബാലഗംഗാധര തിലകാണ് നമുക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ്. കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ ഗാന്ധിജിയുമാണ്. യങ് ഇന്ത്യ ഗാന്ധിജി. ഓക്കെ, ചേരുംപടി ചേർക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഓപ്ഷൻ എയില് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക് എന്നിവ തന്നിട്ടുണ്ട്. ഗദ്ദാർ പാർട്ടി ആരാണ്? ലാല ഹർദയാൽ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈസിയാണ്. ലാല ഹർദയാൽ ആണ് എന്ന് കണ്ടെത്തിയാൽ തന്നെ 2, 3ലേക്ക് കണക്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. 2 നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഫോർവേഡ് ബ്ലോക്ക് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗുമാണ്. ഭഗത് സിംഗ്. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? അതാണ് മാംഗോ ഷവർ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് അറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം ഏതാണ്? ജനുവരി 3 ആണ്. ജനുവരി 3. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേത് നദികളുടെ ഉദ്ഭവ പ്രദേശം ആണ്. ഉത്തരപർവ്വത മേഖല നദികളുടെ ഉദ്ഭവ പ്രദേശമാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു എന്നതും ശരിയാണ്. ഉഷ്ണകാലത്ത് തെക്കുനിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. 4മത്തേത് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഓപ്ഷൻ എയും ബിയും ഡിയും കറക്റ്റ് ആണ്. സി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്ന് തിരഞ്ഞെടുക്കുക. നോക്കാം. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു കലവറയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് എന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ
ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല ഇങ്ങനെ തുടങ്ങി വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ്, പക്ഷേ ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്ന ഈ ഡി ഓപ്ഷനാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആൻസർ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ 3 എന്നതാണ്. ഈസി ആയിരുന്നു അല്ലെ? മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ 2025 ഇനിയും പല പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയത്തിന്റെ പേരാണ് സ്വകാര്യവൽക്കരണം എന്നത്. സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായ് നവറോജിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനത്തിന്റെ പേര് എന്താണ്? നീതി ആയോഗാണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഹോട്ടൽ വ്യവസായം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തേത്, ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. അതും ശരിയാണ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. 4 സ്റ്റേറ്റ്മെന്റും തന്നെ ശരിയാണ്. ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബവ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഭാഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നാമത് തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം തെറ്റാണ് എന്ന ഡി ഓപ്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അടുത്തത്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതും ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇതും ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഓപ്ഷൻ തെറ്റാണ്. ഏത് പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം വരുന്നത്? 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1, 2, 3 ശരിയാണ്. 4 തെറ്റാണ്. 1, 2, 3 ശരിയാണ് എന്ന് മാത്രം ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ട്. 4 തെറ്റാണ് എന്നുകൂടി പറയുന്ന ഓപ്ഷൻ സി ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാമത് ഭേദഗതിയാണ്. 86th ഭേദഗതിയാണ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് രാഷ്ട്രത്തലവന്റെ പേരാണ്. രാഷ്ട്രത്തലവന്റെ പേരില്ല. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40 ആണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോർഡ് റിപ്പണെയാണ്. ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്?
പാർലമെന്ററി കാര്യ കമ്മിറ്റി. തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തദ്ദേശ സർക്കാർ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേത്, കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 5 വർഷമാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്ന 5 വർഷമാണ്. അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുക എന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കൃഷിയും പോലീസും ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന? സംസ്ഥാന ലിസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃഷിയും പോലീസും സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. 1 എന്തായാലും ഉണ്ട്. ഓപ്ഷൻ സി തെറ്റാണ്. ജയിലും തദ്ദേശ ഗവൺമെന്റും സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അതും കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തേതുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓപ്ഷൻ 3യിൽ തന്നിട്ടുള്ള വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്, സംസ്ഥാന ലിസ്റ്റിലല്ല. അപ്പൊ അത് തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ശരിയാണ്. നമ്മൾ പുതിയ നിയമനങ്ങളിൽ പഠിച്ചിരുന്നു. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടമാണ് തിരുവനന്തപുരം. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഈ ഒരു ഓപ്ഷനും ശരിയാണ്. 1, 2, 3 എന്നിവ ശരി. എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് എന്നാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം PSC പറയുന്നത് ഓപ്ഷൻ 3 തന്നിട്ടുള്ളത് തെറ്റാണ് എന്നാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അംഗമല്ല എന്നാണ് പറയുന്നത്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേത്, ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ഒന്നാമത്തേത് ശരിയാണ്. ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ് എന്ന് തന്നിട്ടുണ്ട്. തിരുവനന്തപുരമാണ്. അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ്. ഒന്നാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2, ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. അതും ശരിയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 34ാമത്തെ ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏതാണ്? എപ്പിഗ്ലോട്ടിസ് ആണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗമല്ല. ശരിയായ ജോഡി കണ്ടെത്തുക. രോഗാണുക്കളും രോഗവും തന്നിട്ടുണ്ട്. ലെപ്റ്റോസ്പൈറ. എന്താണ് ലെപ്റ്റോസ്പൈറ?
എലിപ്പനിക്ക് കാരണമാകുന്ന ഒരു തരം ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഒന്നാമത്തേത് തെറ്റാണ്. HIV ഡിഫ്തീരിയയും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തേതും തെറ്റാണ്. മൈക്കോ ബാക്ടീരിയം എയ്ഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്, അതും തെറ്റാണ്. ഫൈലേറിയൻ വിരകളാണ് മന്ത് ഉണ്ടാക്കുന്നതെന്ന് SCRT തന്നെ കൊടുത്തിട്ട് നമ്മളിത് പഠിച്ചതാണ്. അപ്പോൾ D ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ശരിയായ ജോഡി ഓപ്ഷൻ D ആണ്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്, ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുമെന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 ശരി 2 തെറ്റ് എന്നതാണ് ആൻസർ. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെടുന്ന ജീവികളാണ്? ചിത്രശലഭങ്ങളാണ്. ഇതൊക്കെ ചിത്രശലഭങ്ങളാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരി എന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഒന്നാമത്തെ ഭാഗത്ത് പോഷകങ്ങളും രണ്ടാമത് അവയുടെ സ്രോതസ്സുകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. സൂക്രോസ് ഏതിൽ നിന്നാണ്? കരിമ്പിൽ നിന്നാണ്. നമുക്കറിയാം. ഒന്നാമത്തേത് ശരിയാണ്. ഓപ്ഷൻ 1 എന്തായാലും ഉള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ എയും സിയും നമുക്ക് അവശേഷിക്കും. മറ്റേത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളയാം. അതിൽ നിന്ന് 4 നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അതെന്തായാലും ഇല്ല. 2 ആണോ 3 ആണോ ശരിയായിട്ടുള്ളത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മാംസ്യം പയറുവർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. വിറ്റാമിൻ എണ്ണക്കുരുക്കളിൽ നിന്ന് ലഭിക്കുന്നു. ഏതായിരിക്കും ശരി? മാംസ്യം പയറുവർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ്. 2 തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലയുടേതാണ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയതാണ് നമ്മൾ റിഫ്ലക്ടർ ആയിട്ടൊക്കെ വെക്കുന്നത്. അത് റെഡ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത് നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഏതാണ്? ഉയർന്ന മർദ്ദമാണ്. മുകളിലേക്ക് പോകുന്തോറും മർദ്ദം കുറയുന്നു, താഴത്തേക്ക് വരുന്തോറും മർദ്ദം കൂടുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്താണ് വിളിക്കുന്നത്? അതൊരു മിഥ്യാപ്രതിബിംബമായിരിക്കും. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്? നാസയുമായി ബന്ധപ്പെട്ടതാണ്. നാൻസി ഗ്രേസ് റോമൻ എന്നത് നാസയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റമാണ്. രാസമാറ്റം ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നതാണ്. ഇതൊക്കെ PYQ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതൊക്കെ PYQ ആണ്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ആസിഡ് സ്വഭാവം എന്ന് പറയുമ്പോൾ pH 0 to 7 ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. pH 0 to 7 ആണ്. 7 ന്യൂട്രൽ ആയിട്ടും വരും. 7ന് ശേഷമുള്ളത് ആൽക്കലിയോ ആയിട്ടാണ് വരുന്നത്. 0 to 7 ആണ്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരിയാണ് പെഗ്ഗി വിറ്റ്സൺ. ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. രാമായണ മാട്ടക്കഥ രചിച്ചതാരാണ്? രാമായണ മാട്ടക്കഥ കൊട്ടാരക്കര തമ്പുരാനാണ്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ് ആണ്.
പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആണ് പി.ടി. ഉഷ. പി.ടി. ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രം, തിരുവനന്തപുരത്തെ ആറ്റുകാൽ. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽ കുമാർ ആണ്. വി സുനിൽ കുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കിദൂർ പക്ഷിഗ്രാമം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ, റാം, ഓപ്പൺ ഓഫീസ് ബേസ്, MICR, മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നിവയാണ് തന്നിട്ടുള്ളത്. പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. രണ്ടാമത് റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്നത് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. അതും ശരിയാണ്. MICR ഇൻപുട്ട് ഡിവൈസ് ആണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ് MICR. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതും ശരിയാണ്. 2, 3, 4 എന്നിവ ശരിയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഒരു OS ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. അഞ്ചാമത്തേത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 2, 3, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഏതാണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M എന്നതാണ്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടുത്ത PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക് ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods എന്നതാണ്. ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്നത് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1, 3, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 കമ്പ്യൂട്ടറിന്റെ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് എന്താണ്? ലാംഗ്വേജ് ലാബിന്റെ പേര് ഇക്യൂബ് എന്നതാണ്. ഇക്യൂബ്. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം എന്നിവയാണ് ഒരു ഭാഗത്ത് തന്നിട്ടുള്ളത്. എന്താണ് ക്രാക്കിംഗ് ആയിട്ട് വരുന്നത്? ക്രാക്കിംഗ് എന്നാൽ ദുരുദ്ദേശത്തോടുകൂടി കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ക്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഷിംഗ് എന്നാൽ എന്താണ്? ഫിഷിംഗ് എന്നാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക എന്നതാണ്. സൈബർ സ്ക്വാട്ടിംഗ് തൊട്ട് താഴത്തെ നമുക്ക് ആദ്യം നോക്കാം. സൈബർ ടെററിസം എന്നത് ഓപ്ഷൻ ബിയിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ്. അതിൽ നിന്ന് നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നതാണ്. ബാക്കിയാണ് നമുക്ക് അറിയേണ്ടത്. സൈബർ സ്ക്വാട്ടിംഗ് എന്നാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശം ഉൾപ്പെടുന്നു. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശവും ഉൾപ്പെടുന്നു. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉപഭോക്താവിനില്ല എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മൾ ചോദ്യത്തിനുള്ള ആൻസർ. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്.
കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നതിൽ ഏതാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് എന്ന് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന ഓപ്ഷനാണ് തെറ്റായിട്ട് തന്നിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം എന്നതാണ് ആൻസർ. ഇനി മാത്സിലെ ചോദ്യങ്ങളാണ്. ആൻസർ പറഞ്ഞു പോവാം. 71ാമത് ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് 27 എന്ന ഓപ്ഷൻ സി ആണ്. 72 ഓപ്ഷൻ ഡി ആണ്. 73ാമത് ചോദ്യത്തിന്റെ ഉത്തരം 2500 ഓപ്ഷൻ ബി. 74 ഓപ്ഷൻ എ. 24 എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ക്യാൻസലേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം. 75ാമത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 25/18 ആണ്. 76ാമത് ചോദ്യത്തിന്റെ ഉത്തരം 128 ബി ഓപ്ഷൻ ആണ്. 77 ഓപ്ഷൻ സി 97 എന്നതാണ്. 78 ഓപ്ഷൻ സി ആണ് ചാപം. 79 സി അർദ്ധഗോളം. 80ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെക്ക് എന്നതാണ്. ഇനി ഇംഗ്ലീഷിന്റെ സെക്ഷൻ ആണ്. 10 ചോദ്യങ്ങളേ ഉള്ളൂ. 81ാമത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 82 എ ഡി എന്നതാണ്. 83ാമത് ചോദ്യത്തിന്റെ ഉത്തരം ഹാവ് ദേ എന്നതാണ്. 84 വിൽ സ്റ്റേ. 85ാമത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. 86ാമത് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രിമിനൽ. 87 ഓപ്ഷൻ സി അറ്റൻറ്റീവ്. 88ാമത് ചോദ്യത്തിന്റെ ഉത്തരം ലുക്ക് ഓവർ എന്നതാണ്. 89 ഓപ്ഷൻ ബി ആണ്, ഇല്ലെജിബിൾ എന്നത്. 90ാമത് ചോദ്യത്തിന്റെ ഉത്തരം എക്സ്ട്രീംലി ഹാപ്പി ഓർ എലേറ്റഡ് എന്നതാണ്. ഇനി മലയാളം ചോദ്യങ്ങളാണ്. 91ാമത് ചോദ്യത്തിന്റെ ഉത്തരം താഴെ തന്നിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 91ന്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് പാടവം ശരിയാണ്, അതിർത്തി ശരിയാണ്, പഠിതാവ് ശരിയാണ്. വ്യവസ്ഥ സൃഷ്ടാവല്ല സ്രഷ്ടാവാണ്, സ്രഷ്ടാവ് എന്നതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇത് തെറ്റിയിട്ടുള്ളത്. 2 തെറ്റിക്കഴിഞ്ഞാൽ ആൻസർ സി എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. ശൃംഖല, നിഷ്ഠ, യഥാതഥം എന്നിവ ശരിയാണ്. 1, 3 ശരിയാണ്. മഹോന്നതം പിരിച്ചെഴുതിയാൽ എപ്രകാരം വരും? മഹോന്നതം പിരിച്ചെഴുതുമ്പോൾ മഹാ ഉന്നതം എന്നാണ് വരേണ്ടത്. മഹാ ഉന്നതം ഇതിനകത്തില്ല. അപ്പൊ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് മഹത് അധികം ഉന്നതം എന്നതാണ്. ഓപ്ഷൻ ബി ആണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്നതിന്റെ വിപരീത പദമാണ് പരാധീനം എന്നത്. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മേദിനി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. മേദിനി ഭൂമിയാണ്. വിലക്കി അധികം ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വായിക്കുന്നത്? വിലക്കിയില്ല, വിലക്കിയില്ല എന്ന് വായിക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഇവിടെ ഒന്നാമത്തേതിൽ ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം, അത് രണ്ടും ആവശ്യമില്ല. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം, അതും ആവശ്യമില്ല. ഏകദേശം 10 വർഷം, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. 4ാമത്തെ ഓപ്ഷനിലും ഏകദേശം 10 വർഷങ്ങളോളം എന്ന് തെറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നത് 96 സി ആണ്. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ സ്ത്രീലിംഗ ശബ്ദം രക്ഷകൻ, രക്ഷിക എന്നത് ശരിയാണ്. രക്ഷകൻ, രക്ഷിക ശരിയാണ്. കാന്തൻ,
കാന്ത എന്നതും ശരിയാണ്. സ്വാമി സ്വാമിനിയാണ്, സ്വാമിജി അല്ല, സ്വാമിനിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേത് തെറ്റാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. കാണുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രേക്ഷകനാണ്. പ്രേക്ഷകനാണ് കാണുന്നയാൾ. ടെറിട്ടോറിയൽ ഡൊമീനിയൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെയാണ്? ടെറിട്ടോറിയൽ ഡൊമീനിയൻ എന്നാൽ പ്രാദേശികാധിപത്യം എന്നാണ് പറയുക. പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന ചൊല്ലാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എന്നത്. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഓക്കെ, അപ്പോൾ OA എക്സാമിന്റെ മൊത്തം ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത്. കുറച്ചൊക്കെ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റി എന്നതും കൂടെ നമ്മളൊന്ന് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ മാർക്സ്, അപ്പോൾ എത്ര മാർക്കൊക്കെ കിട്ടി എന്നുള്ളത് ഓരോ കൂട്ടുകാരും അറിയിക്കുക. അപ്പോൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് ഈ ചോദ്യത്തിൽ നിന്നൊക്കെയുള്ള നമ്മളെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ചോദ്യങ്ങളും അതുപോലെ ഈ ചോദ്യങ്ങളും എല്ലാം അടിസ്ഥാനമാക്കി തന്നെ പഠിക്കുക. സെക്കൻഡ് ഘട്ടത്തിലേക്കുള്ളവർ കുറച്ചും കൂടെ ഈ സ്റ്റേറ്റ്മെന്റ് വൈസുള്ള ചോദ്യങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ബാക്കി ഇപ്പൊ ഫസ്റ്റ് ഘട്ടത്തിലെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ മാർക്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം, എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് OA മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, മെയിൻസ് ഇനി വേറെയും എക്സാംസ് വരാനുണ്ടല്ലോ. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് ആ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങാം. ആരും കീ നോക്കിയതിന്റെ വിഷമത്തിലൊന്നും ഇരിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.